ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ ട്രാവലിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. പിന്നെ അതുമല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഷാർജയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഔട്ടിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞങ്ങൾ നൈറ്റിൽ ഇടയ്ക്കൊക്കെ പുറത്തോട്ടൊക്കെ നടക്കാൻ ഇറങ്ങാറുണ്ട്. നൈറ്റ് മാത്രമാണ് കുറച്ചെങ്കിലും ഒന്ന് ഫ്രീ ആവുന്നത്. പകലൊക്കെ അച്ഛനും ജോലി തിരക്കായിരിക്കും. ഇവിടെ വന്ന സമയം തൊട്ടേ അച്ഛൻ പറഞ്ഞു കേൾക്കുന്നത് ബീച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ബീച്ചിലേക്കാണ് പോകുന്നതെന്ന് കരുതിയത്. അപ്പോൾ ഒരു തൊപ്പിയൊക്കെ എടുത്താണ് ഇറങ്ങിയത്. പോകുന്ന വഴി ഞാൻ ആ വീഡിയോസിലൊക്കെ ബീച്ചിൽ പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതാണ് ഞാൻ വീഡിയോസിൽ ഓഡിയോ മ്യൂട്ട് ചെയ്തത്. പിന്നെയാണ് അച്ഛൻ പറഞ്ഞത് ബീച്ചിലേക്കല്ല പോകുന്നത്, വേറൊരു സ്ഥലത്തേക്കാന്നുള്ളത്. കോർണിഷ് സ്ട്രീറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ നടന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരമൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര അറേഞ്ച്മെൻ്റ് ആണ് ട്രാഫിക്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും. ഞാൻ സിഗ്നൽ കടന്ന് കുറച്ച് നടക്കുമ്പോഴേക്ക് ഞങ്ങൾ സ്ഥലത്തെത്താറായി. ഫസ്റ്റാണ് ഞങ്ങൾ കാണുന്നത് ഈ ഒരു പള്ളിയാണ്. ശരിക്കും ആ പള്ളി കണ്ടപ്പോഴേക്ക് തന്നെ ഞാൻ വണ്ടടിച്ചു പോയി. കണ്ട സമയം തൊട്ട് തന്നെ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വീണ്ടും റോഡ് മുറിച്ച് കിടക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. എവിടെ പോയാലും കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ അനിയന് വളരെ മടിയാണ് എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തുതരാൻ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1-2 ഫോട്ടോസ് കൊണ്ടൊന്നും മതിയായെന്ന് വരില്ല. അതുകൊണ്ടാണ് അവന് പ്രശ്നം. പിന്നെ കുറേ ഫോട്ടോസ് പേരൻസ് എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ബേക്കിലേക്ക് നടന്നു. ഈ കോർണിഷ് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ചിൽഡ്രൻസിന് കളിക്കാനുള്ളതും പിന്നെ ബോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വഴിയെ കാണാം. കൂടാതെ ഇവിടെ കാണാനായിട്ട് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ ഫുൾ ലൈറ്റിൽ വരുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ മുന്നേ ഒക്കെ ഓരോരുത്തരുടെ ഫോട്ടോസിലും വീഡിയോസൊക്കെ ഈ ഒരു പ്ലേസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരും എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെയൊക്കെ സ്ഥലമൊക്കെ. ശരിക്കും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ നേരിട്ട് തന്നെ കണ്ടാൽ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ശരിക്കും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് മൈൻഡിനൊക്കെ. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, ഫാമിലീസായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഇങ്ങനെ വരുന്ന കാണാം. പിന്നെ ഞങ്ങൾ നടന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ ഡെയിലി മോർണിംഗിന് ജോഗിങ്ങിനൊക്കെ വരാറുണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് മോർണിംഗ് ജോഗിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നൈറ്റാണ് കൂടുതലും അവിടെ ആൾക്കാരുണ്ടാകുന്നത്. ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഗാർഡനിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതും നല്ല രസമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മൈസൂരൊക്കെ പോകുമ്പോൾ കാണുന്ന വാട്ടർ ഡാൻസ് എന്ന് പറയുന്ന സംഗതി ഇവിടെയുണ്ട്. അതിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയില്ല. പിന്നെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൊരു അറിവ്. അപ്പോൾ ഇവിടെയും കാണാം. അത് അടുത്തെത്തിയപ്പോഴത്തേക്ക് ഞാൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദൂരെയൊന്ന് കാണാൻ പറ്റി. നമ്മൾ നടന്നു പോകുമ്പോൾ ദൂരെ ഒരു വലിയൊരു ബലൂൺ പോലെ ഒരു പാരച്യൂട്ട് പോലൊക്കെ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ നടന്നത്. അതിൻ്റെ അടുത്തുള്ള ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ദൂരം ഞങ്ങൾ നടന്നത്. ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. 3 പേർക്ക് 50 ദിർഹമാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറേ മുന്നോട്ടേക്ക് നടന്നു. അവിടെയുള്ള വെള്ളമൊക്കെ അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഒരു ലൈറ്റിൽ ഞങ്ങൾ കുറച്ച് ഭാഗം കണ്ടു വെള്ളം. അപ്പം അതിൽ ഇതേപോലെ ഒരു സംഭവം കണ്ടു. എന്തോ മീനാണോ എന്നൊന്നും അറിയില്ല. ഇതെന്താണെന്ന് അറിയെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം അനിയൻ പറഞ്ഞത് എന്തോ ബഫർ ഫിഷ് ആണെന്നെങ്ങാനാണ്. അവർ വലിയ ഉറപ്പില്ല. ശരിക്കും ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വന്ന് ഒരു 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടിപ്പോൾ പോയപ്പോഴുള്ള വീഡിയോസാണ്. അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റായി എന്താണെന്ന് വെച്ചാൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ആ ബിഗ് ബലൂണിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ടായിരുന്നു. ബിഗ് ബലൂൺ എന്നാണ് അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് അടുത്തെത്തിയപ്പോൾ ഞാൻ വായിച്ചിരുന്നു. പിന്നെ അവിടെ തന്നെയാണ് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ വരുന്നത്. ഫൈനലി ഏകദേശം പാരച്യൂട്ടിൻ്റെ അടുത്തെത്തി.
നല്ല വലുപ്പമുണ്ട്. ബിഗ് ബലൂൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ഥലമാണെങ്കിലും മറ്റെന്താണെങ്കിലും നല്ലൊരു ഭംഗി കൊടുക്കുന്നത് ഈ ലൈറ്റിൻ്റെ ഒക്കെ ഡെക്കറേഷൻസ് ആണ്. നല്ലൊരു അടിപൊളി ക്യാമറ ഒക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ബെസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് മാക്സിമം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തംബ്നെയിൽ കൊടുക്കുന്നുണ്ട്. അധികം ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോസ് നിങ്ങൾ അവസാനം വരെ കാണുക. പിന്നെ വീഡിയോസൊക്കെ നോർമൽ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റിൽ ക്ലാരിറ്റി ഒക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ട ആ വാട്ടർ ഡാൻസ് ആണിത്. ഈ വാട്ടർ ഡാൻസ് തന്നെയാണെന്ന് പറയാനൊന്നും അറിയില്ല. നമ്മൾ മൈസൂരൊക്കെ പോയാൽ കാണാറില്ലേ. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ടു. പിന്നെ നടന്നത് ഏകദേശം ഇതിൻ്റെ അടുത്തെത്തി. ശരിക്കും അടിപൊളിയാണ്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഞങ്ങൾ അടുത്തെത്തിയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂർ കൂടുമ്പോഴാണെന്ന് തോന്നുന്നു വാട്ടർ ഡാൻസ് ഉള്ളത്. അല്ലാണ്ട് ജസ്റ്റ് വാട്ടർ മാത്രമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ അതിന് നിൽക്കാൻ ടൈമില്ല. എന്തായാലും കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഓൺ വോയിസിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ KFCയിലേക്കാണ് പോയത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് KFCയിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കോംബോ ഓഫറിൽ ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങി. അമ്മ പിന്നെ ചിക്കൻ കഴിക്കില്ല. അപ്പോൾ അമ്മ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വേറെ നിറച്ച് ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ശരിക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഭയങ്കര കാറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ മരവിച്ച് പോയി. പിന്നെ വയറൊക്കെ ഫുള്ളായിട്ട് സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുപോലെ വയറ് നിറച്ച് KFC കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ തീരുവാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.